നമസ്കാരം. ഫേസ് ക്രീം എടുത്ത് മാറ്റിവെച്ചതിൻ്റെ ദേഷ്യത്തിൽ അമ്മയെ കമ്പിപ്പാര കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ച മകളെ അറസ്റ്റ് ചെയ്ത വാർത്ത ഏറെ ഞെട്ടലോടെയാവും നമ്മൾ കേട്ടിട്ടുണ്ടാവുക. കുമ്പളം പനങ്ങാട് തിട്ടയിൽ വീട്ടിൽ നിവ്യ എന്ന ശ്രുതിയായിരുന്നു ഈ അക്രമത്തിന് പോലീസിന്റെ പിടിയിലായത്. വാർത്ത പുറത്തു വന്നപ്പോൾ ഒരുപക്ഷെ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ സംഭവിച്ചു പോയതാകാം എന്ന് ചിന്തിച്ചവരുമുണ്ടായിരുന്നു. എന്നാൽ നിവ്യയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പെട്ടെന്നുണ്ടായ പ്രകോപനമല്ല ഇതിന് കാരണമെന്ന് വ്യക്തമാകും. കാരണം സ്ഥിരം കുറ്റവാളിയാണ് നിവ്യ. കൊലപാതക കഞ്ചാവ് കേസുകളിലെ പ്രതി കൂടിയാണ്. ഫേസ് ക്രീം മാറ്റിവെച്ചെന്ന് ആരോപിച്ചുള്ള തർക്കത്തിന് പിന്നാലെയാണ് നിവ്യ സ്വന്തം മാതാവിനെ മർദ്ദിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സംഭവം ഉണ്ടായത്. ഇതിനുശേഷം മുങ്ങിയ നിവ്യയെ വയനാട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടുന്നത്. വയനാട് മാനന്തവാടിയിലുള്ള ബന്ധുവിൻ്റെ വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു നിവ്യയെ അറസ്റ്റ് ചെയ്തത്. 2020 യുവാവിനെ അടിച്ചു കൊന്ന കേസിലും കിഡ്നാപ്പിംഗ് കേസിലും പ്രതിയാണ് നിവ്യ. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് 6ഓടെയാണ് നിവ്യ മാതാവ് സരസുവിനെ ഫേസ് ക്രീം എടുത്തു മാറ്റിയെന്ന് ആരോപിച്ച് മർദ്ദിച്ചത്. സരസുവിൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിക്കുകയും കർണത്തടിക്കുകയും ചെയ്തു. ഫേസ് ക്രീം എടുത്തിട്ടില്ലെന്ന് പറഞ്ഞതോടെ ചവിട്ടി നിലത്തിട്ടു. തുടർന്ന് കമ്പിപ്പാര കൊണ്ട് കയ്യിലും നെഞ്ചിലും ആഞ്ഞിട്ടിച്ചു. കരച്ചിൽ കേട്ടെത്തിയ നാട്ടുകാരാണ് സരസുവിനെ ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിച്ച പനങ്ങാട് പോലീസ് സരസുവിൻ്റെ മൊഴി രേഖപ്പെടുത്തി പിന്നീട് കേസെടുക്കുകയായിരുന്നു. 10 വർഷത്തോളമായി പനങ്ങാട്ട് താമസിക്കുകയാണ് സരസുവും കുടുംബവും. വീടുകളിൽ ജോലിക്ക് പോയാണ് സരസു കഴിയുന്നത്. 2 പെൺമക്കളിൽ മൂത്തയാൾ വിവാഹം കഴിച്ച ഭർത്താവിൻ്റെ വീട്ടിലാണ്. എന്നാൽ നിവ്യ 20 വയസ്സിന് ശേഷം കഞ്ചാവ് അക്രമി സംഘങ്ങളുടെ കൂട്ടുകെട്ടിൽപ്പെടുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ക്രമേണ പനങ്ങാടും നെട്ടൂരും കേന്ദ്രീകരിച്ചുള്ള ലഹരി വിൽപ്പനയുടെ പ്രധാന കണ്ണുകളിൽ ഒരാളായി നിവ്യ. ഇതിനിടെ നിവ്യയുടെ വിവാഹം കഴിഞ്ഞതായും വൈകാതെ വേർപിരിഞ്ഞതായും വിവരമുണ്ട്. ഒരു തട്ടിക്കൊണ്ട പോക്കൽ കേസിലും നിവ്യ ഉൾപ്പെട്ടു. ഇതിനുശേഷമായിരുന്നു കൊലപാതകം, കഞ്ചാവ് കടത്തൽ കേസുകളിൽ പ്രതിയായതും ജാമ്യം ലഭിക്കുന്നതും. ഫേസ് ക്രീം കാണാതായതിനെ തുടർന്നാണ് അമ്മയെ മർദ്ദിച്ചതെന്ന് പറയുന്നുണ്ടെങ്കിലും പണത്തിന്റെ പേരിലുള്ള തർക്കവും സ്വന്തം കാര്യത്തിൽ അമ്മ ഇടപെടുന്നത് ഇഷ്ടപ്പെടാതിരുന്നതുമാണ് മർദ്ദനത്തിന്റെ യഥാർത്ഥ കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ പോലീസിനോട് നിവ്യ തട്ടിക്കയറുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നേരത്തെ പുറത്തു വന്നിരുന്നു. സരസുവിനെ നിന്നെ കൊല്ലുമടി എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയുൾപ്പെടെ നിവ്യ ചെയ്തിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു. മർദ്ദനമേറ്റ 70-കാരിയായ സരസുവിന് 6 മാസത്തെ വിശ്രമമാണ് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത്. നിവ്യയുടെ 5 വയസ്സുള്ള മകനെ ശിശു സംരക്ഷണ കേന്ദ്രത്തിലാക്കിയിട്ടുണ്ട്. നിവ്യയെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെടുത്താനും കാപ്പ ചുമത്താനും പോലീസ് ആലോചിക്കുന്നുണ്ട്. 2020 നെട്ടൂരിൽ ഫഹദ് ഹുസൈൻ എന്ന യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസ്, 3.5 കിലോ കഞ്ചാവ് പിടിപ്പിക്കപ്പെട്ട സംഭവം, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ കേസുകളിലെ പ്രതിയാണ് നിവ്യ. പോലീസ് റിപ്പോർട്ട് അനുസരിച്ച് ഇവർ സ്ഥിരം കുറ്റവാളിയാണ്. കോവിഡ് ലോക്ക്ഡൌണിന് ശേഷം കേരളത്തിൽ കഞ്ചാവ് വിൽപ്പന ശക്തമായ സമയത്താണ് നിവ്യയുടെ ജീവിതം കുറ്റകൃത്യങ്ങളുടെ വഴിയിലേക്ക് തിരിയുന്നത്. കേവലം ഒരു കഞ്ചാവ് കടത്തിൽ തുടങ്ങി ഒടുവിൽ ഒരു യുവാവിന്റെ കൊലപാതകത്തിൽ വരെ ചെന്നെത്തുകയായിരുന്നു ആ സംഭവ വികാസങ്ങൾ. 2020 ജൂലൈ 24-നാണ് 3.5 കിലോ കഞ്ചാവുമായി നിവ്യയെ പനങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. നിവ്യയുടെ സുഹൃത്തും ഇടുക്കി അടിമാലി ആനച്ചാൽ സ്വദേശിയുമായ ജാൻസൺ ജോസ്, അടിമാലി സ്വദേശി വിഷ്ണു സുരേന്ദ്രൻ എന്നിവരും അന്ന് അറസ്റ്റിലായിരുന്നു. നിവ്യയ്ക്ക് സെപ്റ്റംബർ 9-ന് ജാമ്യം ലഭിച്ചു. ഇവർക്ക് കഞ്ചാവ് വിതരണം ചെയ്തിരുന്ന ഇടുക്കി സ്വദേശിയായ സുഹൃത്തും സംഘവും ജാമ്യത്തിലിറങ്ങിയ നിവ്യയെ കൂട്ടിക്കൊണ്ടുപോകാൻ തൃശൂർ വിയ്യൂരിലെ ജയിലിലെത്തിയിരുന്നു. ഈ സമയത്ത് ആലപ്പുഴക്കാരനായ മറ്റൊരു കഞ്ചാവ് വിതരണക്കാരനും സംഘവും നിവ്യയെ കൂട്ടിക്കൊണ്ടുപോകാൻ എത്തിയിരുന്നു. എന്നാൽ നിവ്യ ഇടുക്കി സംഘത്തിനൊപ്പമാണ് പോയത്. ഇക്കാര്യം ആലപ്പുഴ സംഘം ജാൻസനെയും കൂട്ടരെയും അറിയിച്ചു. തുടർന്ന് ജാൻസനും കൂട്ടരും നിവ്യയും സംഘവും കഴിഞ്ഞിരുന്ന വീട്ടിലെത്തിയിരുന്നെങ്കിലും അവർ അവിടെ നിന്ന് കടന്നിരുന്നു. തുടർന്ന് ജാൻസൺ സംഘവും വീടിന് മുന്നിലുണ്ടായിരുന്ന കാറും മറ്റും തകർക്കുകയും സംഘത്തിന്റെ മൊബൈൽ ഫോൺ കൈവശപ്പെടുത്തുകയും ചെയ്തിരുന്നു. തട്ടിയെടുത്ത മൊബൈൽ ഫോൺ തിരികെ ലഭിക്കുന്നതിനായി ഇടുക്കി സംഘം കൊച്ചിയിലെ ചില്ലറ വിൽപ്പനക്കാരുടെ സഹായം തേടി. ഈ തർക്കം പരിഹരിക്കാനായി ഇരു വിഭാഗവും നെട്ടൂർ INTC ജംഗ്ഷനിൽ ഒത്തുചേർന്നു. തുടർന്ന് ഇരുകൂട്ടരും തമ്മിലുള്ള സംസാരത്തിനിടയിലുണ്ടായ സംഘർഷത്തിൽ ആലപ്പുഴ സംഘത്തിലെ നിതിനസ് നായർ എതിർ സംഘത്തിലുണ്ടായിരുന്ന ഫഹദ് ഹുസൈൻ എന്ന യുവാവിനെ കുത്തി വീഴ്ത്തുകയായിരുന്നു. കുത്തു തടഞ്ഞെങ്കിലും കൈക്ക് ആഴത്തിൽ മുറിവേറ്റ ഫഹദ് അവിടെ നിന്ന് ഓടി റോഡിൽ കൊഴിഞ്ഞു വീഴുകയും വൈകാതെ മരിക്കുകയുമായിരുന്നു.